ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ വന്ന കമൻസിൽ പലരും ചോദിച്ച ഒരു സംശയമാണ് ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ അതിനൊരിക്കലും നമുക്ക് ഒറ്റ വാക്കിലൊരു മറുപടി പറയാനായിട്ട് കഴിയില്ല. കാരണം നമുക്ക് പല രീതിയിലും ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നു, ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നും അപ്പോൾ അതിന് ഏകദേശം എത്ര കോസ്റ്റ് ആവുമെന്നായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ കുറേ പേർക്കെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അറിയാവുന്നവർ ദയവായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മളിത് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കോസ്റ്റ് നോക്കാം. ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇലക്ട്രിക് സൈക്കിളിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൈക്കിളിൻ്റെ കോസ്റ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിലവിൽ റൈഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിൾ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് അതിലും ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നിങ്ങൾ നല്ലൊരു ഗിയർ സൈക്കിളൊക്കെയാണ് റൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പണിയാൻ നിൽക്കാതെ പഴയൊരു സൈക്കിൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇലക്ട്രിക് സൈക്കിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മോട്ടോർ കിറ്റാണ്. അതായത് നമ്മുടെ സൈക്കിളിനെ പവർ ചെയ്യാൻ ആവശ്യമായ മോട്ടർ, അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളർ, അതിൻ്റെ ത്രോട്ടിൽ, പിന്നെ മറ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് മോട്ടോർ കിറ്റ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയാം. അടുത്തായിട്ട് വേണ്ടി വരുന്നത് നമ്മുടെ മോട്ടോർ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ഫാബ്രിക്കേഷൻ വർക്കുകളാണ്. അതായത് നമ്മുടെ മോട്ടോർ സൈക്കിളിൽ ഫിക്സ് ചെയ്യാനും അതുപോലെ ബാറ്ററി പിടിപ്പിക്കാൻ ചെറിയ രീതിയിലുള്ള വെൽഡിംഗ് വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി വെക്കാനായിട്ട് ചിലപ്പോൾ ബോക്സ് ചെയ്യേണ്ടി വരും. അതുപോലെ കൺട്രോളർ വെക്കാനുള്ള ബോക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കോസ്റ്റ് പറയാൻ കഴിയില്ല. കാരണം നമ്മളത് ചെയ്യുന്ന രീതി അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സൈക്കിളിൻ്റെ മെയിൻ കമ്പോണൻസ് ആയ മോട്ടോർ കിറ്റും അതുപോലെ ബാറ്ററിയുടെയും ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക് സൈക്കിളിൽ വയ്ക്കാൻ പറ്റുന്ന മോട്ടോർ കിറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. രണ്ട് ടൈപ്പ് മോട്ടോർ കിറ്റാണ് നമ്മളിതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെയും മോട്ടോർ കിറ്റുകളുണ്ട്. അതിന് കോസ്റ്റ് കൂടുതലായത് കാരണം സാധാരണ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 24 വോൾട്ടിൽ 250 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന PMDC മോട്ടോർ കിറ്റാണ്. ഈ ഒരു മോട്ടോർ കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ 36 വോൾട്ടിൽ 250 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന BLDC മോട്ടറാണ്. ഇതിന് ഹബ്ബ് മോട്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ മോട്ടോർ കിറ്റിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 24 വോൾട്ട് 250 വാട്ടിൻ്റെ മോട്ടോർ കിറ്റ്. ഇതിലേക്ക് നമ്മളൊരു ബാറ്ററി മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാക്കി ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 6000 രൂപ മുതൽ 7000 രൂപ വരെയാണ്. ഓരോ സെല്ലേഴ്സ് ഇത് ഓരോ വിലയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതലായും ഓൺലൈനായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഷോപ്പുകളിൽ കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത മോട്ടോർ കിറ്റ് എന്ന് പറയുന്നത് BLDC ഹബ്ബ് മോട്ടോർ കിറ്റാണ്. ഇതിൽ നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. നമ്മൾ ബാറ്ററി മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 12000 മുതൽ 13000 വരെയാണ്. ഞാൻ ആദ്യം കാണിച്ച മോട്ടോർ കിറ്റ് വാങ്ങിയ സമയത്ത് ഈ ഒരു കിറ്റിൻ്റെ വില 10000 രൂപയിൽ താഴെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വില കൂടിയതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. 24 വോൾട്ടിൻ്റെ കിറ്റിന് അന്നും ആ ഒരു വിലയൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു കിറ്റിന് മാത്രമാണ് വില കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ രണ്ട് മോട്ടറും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് മോട്ടറിൻ്റെയും ഔട്ട്പുട്ട് വരുന്നത് 250 വാട്ട് തന്നെയാണ്. രണ്ടും ഗിയർഡ് മോട്ടറാണ്. അതുകൊണ്ട് രണ്ട് മോട്ടറിനും ആവശ്യത്തിനുള്ള ടോർക്ക് കിട്ടും. ഈ ഒരു മോട്ടറിൽ ഗിയർ ബോക്സ് ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം അത് ഡ്രൈവ് സ്പ്രോക്കറ്റിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഹബ്ബ് മോട്ടറിൻ്റെ അകത്തും ഗിയർ സിസ്റ്റം വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ പ്രകടമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാനറ്ററി ഗിയർ സിസ്റ്റമാണ് ഹബ്ബ് മോട്ടറിന് വരുന്നത്. രണ്ട് മോട്ടറിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് സെയിം ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് 2 വോൾട്ടേജിലാണ്. അതായത് ആദ്യത്തെ മോട്ടർ വർക്ക് ചെയ്യുന്നത് 24 വോൾട്ടിലും രണ്ടാമത്തെ വർക്ക് ചെയ്യുന്നത് 36 വോൾട്ട് DC-യിലുമാണ്. ഈ ടൈപ്പ് മോട്ടറാണെങ്കിൽ നമ്മൾ സൈക്കിളിൻ്റെ ബാക്ക് വീലിൽ എക്സ്ട്രാ ഒരു ഫ്രീ വീൽ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെയിൻ വഴി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഹബ്ബ് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കിളിൻ്റെ റിയർ വീലിൻ്റെ ഹബ്ബ് ഇളക്കി മാറ്റിയതിന് ശേഷം ആ ഹബ്ബ് ഇരുന്ന സ്ഥാനത്ത് ഈ ഒരു മോട്ടർ പിടിപ്പിച്ചിട്ട് വീല് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീല് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തായാലും നമ്മളത് സൈക്കിൾ ഇടയിൽ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വരും. എല്ലാ സൈക്കിൾ മെക്കാനിക്കുകളും ഈ ഒരു ഹബ്ബ് മോട്ടർ വെച്ചിട്ട് വീല് ബിൽഡ് ചെയ്ത് തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഹബ്ബിൻ്റെ ഡയമീറ്റർ മാറുന്നതനുസരിച്ച് സ്പോക്കിൻ്റെ ലെന്തിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഹബ്ബ് മോട്ടർ ഇടുമ്പോഴത്തേക്ക് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള നീളത്തിലുള്ള സ്പോക്കും കൂടി കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ മോട്ടോർ കിറ്റിനകത്ത് വീലിനിടാനുള്ള സ്പോക്സ് അവർ തരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് 26 ഇഞ്ചിൻ്റെ അലോയ് റിം ഇടാൻ കണക്കിനുള്ള സ്പോക്സാണ് അവർ തരുന്നതെന്നാണ്. അപ്പോൾ അവർ തരുന്ന സ്പോക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റിം മാറിയിട്ട് അലോയ് റിം ഇടേണ്ടി വരും. ബാക്കിൽ അലോയ് റിം ഇടുമ്പോഴത്തേക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും ഫ്രണ്ടിലെ റിമ്മും മാറ്റിയിട്ട് അലോയ് ആക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പിലാണ് വരുന്നത്. ലെഡ് ആസിഡ് ബാറ്ററി, അതുപോലെ ലിഥിയം അയൺ ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററി താരതമ്യേന വില കുറവാണ്. പക്ഷേ അതിന് വെയിറ്റ് വളരെ കൂടുതലാണ്. സൈക്കിളിൽ നമുക്ക് വെയിറ്റ് കൂടിയ ലെഡ് ആസിഡ് ബാറ്ററി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് കാറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം അവിടെ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ആൾറെഡി വെയിറ്റ് കൂടിയ ഒരു വണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സൈക്കിളിന് ഓവറായിട്ട് വെയിറ്റ് കൂട്ടി കഴിഞ്ഞാൽ ആ സൈക്കിൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ സൈക്കിളിൻ്റെ ഫ്രെയിമിനും അതുപോലെ വീലിനും ഒക്കെ കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് സൈക്കിൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതൊരു പ്രോജക്റ്റ് പോലെയൊക്കെ ചെയ്ത് നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലുള്ള ഡെഡ് ആസിഡ് ബാറ്ററികളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലിഥിയം ബാറ്ററി നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള മെറ്റീരിയൽസ് സംഘടിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. ഒരു ലിഥിയം അയൺ ബാറ്ററി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റേറ്റിങ്ങിലുള്ള ക്വാളിറ്റിയുള്ള ഒരു BMS കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള സെല്ലുകളും കിട്ടണം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സാധനം കിട്ടാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ബാറ്ററിയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിത് മെറ്റീരിയൽസ് മാത്രമായിട്ട് പുറത്ത് കൊടുക്കുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അതുകൊണ്ട് നമുക്കിപ്പോൾ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചെയ്ത ഒരു ബാറ്ററി പാക്ക് വാങ്ങുന്നതാണ്. അപ്പോൾ ബാറ്ററി പാക്ക് നമുക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മുടെ ബാറ്ററി പാക്കിന് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് തന്നവരുടെ അടുത്ത് തന്നെ കൊടുത്ത് നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് സർവീസ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മൾ ലോക്കലായിട്ട് ചെയ്ത് വാങ്ങുന്ന ബാറ്ററിക്ക് എന്തായാലും ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയും കൂടുതലുണ്ടാവും. അതുപോലെ രണ്ടിനും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെയാണ് വരുന്നതും. പിന്നെ ഈ പഴയ ലാപ്ടോപ്പിൻ്റെ സെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ബാറ്ററി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളും ചെയ്തിട്ടുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി യൂസിനൊന്നും പറ്റുന്നതല്ല, വെറുതെ എക്സ്പെരിമെൻറ്റ് പോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 24 വോൾട്ടിൻ്റെ മോട്ടർ വെച്ചിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം വേണ്ടത് 10Ah ബാറ്ററിയാണ്. ഈ ഒരു 10Ah ബാറ്ററി പാക്ക് വെച്ചിട്ട് നമ്മുടെ സൈക്കിൾ ഓടുന്ന ദൂരം എന്ന് പറയുന്നത് 10 കിലോമീറ്ററിന് 20 കിലോമീറ്ററിന് ഇടയ്ക്കാണ്. ആ ഒരു ടെറൈൻ അനുസരിച്ചിട്ട് റേഞ്ചിൽ വ്യത്യാസം വരും. കയറ്റങ്ങൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ റേഞ്ച് വളരെ കുറവായിരിക്കും. എന്നാൽ ഒരുവിധം ഫ്ലാറ്റായിട്ടൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 36 വോൾട്ടിൻ്റെ ഹബ്ബ് മോട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതേ റേഞ്ച് നമുക്കൊരു 36 വോൾട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7.5Ah ബാറ്ററി മതിയാവും. കാരണം രണ്ട് മോട്ടറിൻ്റെയും ഔട്ട്പുട്ട് പവർ സെയിം ആണ്, 250 വാട്ട്. പക്ഷേ വോൾട്ടേജ് കൂടുമ്പോഴത്തേക്ക് ആംപിയർ കുറയും. അതുകൊണ്ടാണ് അതിന് 7.5Ah ബാറ്ററി മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 24 വോൾട്ട് 10Ah ബാറ്ററിക്ക് ഏകദേശം കോസ്റ്റ് വരുന്നത് 7000 രൂപയാണ്. അതുപോലെ തന്നെ 36 വോൾട്ട് 7.5Ah ബാറ്ററിക്ക് കോസ്റ്റ് വരുന്നത് 10000 രൂപയാണ്. പക്ഷേ നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 24 വോൾട്ടിൽ 20Ah ബാറ്ററി മിനിമം വയ്ക്കണം. അതുപോലെ തന്നെ 36 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 15Ah ബാറ്ററി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഒരു 24 വോൾട്ട് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് 20 ആംപിയർ കറണ്ട് വരെയൊക്കെ ബാറ്ററിയിൽ നിന്ന് വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10Ah ബാറ്ററിയൊക്കെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 20 ആംപിയർ എന്നൊക്കെ പറയുമ്പോൾ ബാറ്ററിക്ക് ഓവർലോഡാണ്. അപ്പോൾ അങ്ങനെ ഓവർലോഡായിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയും. അങ്ങനെ നമുക്ക് കിട്ടുന്ന റേഞ്ച് കുറഞ്ഞു വരും. അവസാനം ബാറ്ററി ഫുൾ കംപ്ലൈൻറ്റും ആവും. അപ്പോൾ നമ്മളൊരു 20Ah ബാറ്ററി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് അത്യാവശ്യം ലൈഫും കിട്ടും. അതുപോലെ ഒരു 30 മുതൽ 40 കിലോമീറ്റർ വരെ റേഞ്ചും കിട്ടും. അപ്പോൾ ഒരു 24 വോൾട്ട് 20Ah ബാറ്ററിക്ക് ഏകദേശം വില വരുന്നത് ഒരു 12000 രൂപയാണ്. 36 വോൾട്ട് 15Ah ഏകദേശം ഒരു 15 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 മോട്ടോർ കിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏത് മോട്ടോർ കിറ്റാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ BLDC ഹബ്ബ് മോട്ടർ തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BLDC മോട്ടർ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു മോട്ടറാണ്. അപ്പോൾ ഈ ഒരു മോട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാർബണിൻ്റെ ബ്രഷ് വഴിയാണ് നമ്മൾ ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ കുറേ നാൾ ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രഷ് തേഞ്ഞ് തീരും. അപ്പോൾ അതായത് നമ്മൾ ഈ ബ്രഷ് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതേസമയം BLDC മോട്ടറിന് ഇങ്ങനത്തെ യാതൊരു മെയിൻ്റനൻസും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോട്ടർ നമ്മൾ ഫ്രെയിമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് പിടിപ്പിക്കുന്നത്. അതേസമയം BLDC മോട്ടർ ഹബ്ബിൽ ഒതുങ്ങിയിരുന്നോളും. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മോട്ടർ ഉണ്ടെന്ന് പോലും തോന്നണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് BLDC മോട്ടർ ഹബ്ബിലിരിക്കുന്നത്. അതുകൊണ്ട് സൈക്കിൾ കാണാനുള്ള ഒരു വൃത്തി വെച്ച് നോക്കിയാലും BLDC മോട്ടർ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ബാക്ക് വീല് റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി അടുത്തായിട്ട് എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു സംശയമാണ് ഇലക്ട്രിക് സൈക്കിൾ കയറ്റം കയറുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗിയർ സൈക്കിൾ ഏറ്റവും താഴ്ന്ന ഗിയറിലിട്ടിട്ട് നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റുന്ന കയറ്റങ്ങളൊക്കെ ഇലക്ട്രിക് സൈക്കിളും കയറും. അപ്പോൾ അതിലും വലിയ കയറ്റങ്ങളൊക്കെ ഇലക്ട്രിക് സൈക്കിളിനെ കൊണ്ട് കയറ്റിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കയറ്റം കയറുന്ന സമയത്ത് നമ്മുടെ മോട്ടറിനും അതുപോലെ ബാറ്ററിക്കും ഓവർലോഡാണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ മോട്ടറിൻ്റെയും അതുപോലെ ബാറ്ററിയുടെയൊക്കെ ലൈഫ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ കയറ്റങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഇലക്ട്രിക് സൈക്കിളിൻ്റെ ആയുസിന് നല്ലത്. പിന്നെ കൂടുതലും കയറ്റങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സൈക്കിൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒരുവിധം ഫ്ലാറ്റായിട്ടുള്ള ടെറൈനിലാണ് സൈക്കിളായാലും ഇലക്ട്രിക് സൈക്കിളായാലും ഒക്കെ നമുക്ക് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഒരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണ ഒരു 8000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് സൈക്കിൾ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6000 രൂപ ഒരു മോട്ടർ കിറ്റ്, പിന്നെ നമ്മുടെ UPSനൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള 12 വോൾട്ടിൻ്റെ 7Ah 2 ബാറ്ററി, ഇത്രയും ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സൈക്കിളായി. ബാറ്ററി ഒരെണ്ണത്തിന് ഏകദേശം 1000 രൂപയ്ക്കകത്താണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 8000 രൂപയ്ക്കകത്ത് ഇത് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ സൈക്കിളിൻ്റെ വില നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല.
പക്ഷേ ആ ഇലക്ട്രിക് സൈക്കിൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമുക്കൊരു പ്രോജക്റ്റ് പോലെയൊക്കെ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അത്രയും ചെയ്താൽ മതിയാവും. പക്ഷേ നമ്മളൊരു ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപയെങ്കിലും ഏറ്റവും മിനിമം ആവും. അപ്പോൾ ഇത്രയും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കോസ്റ്റ് വന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.